ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതെന്താ മാട്ടവെള്ളം? ചൂടുമില്ല, മധുരമില്ല, കടുപ്പമില്ല. എന്താടി നീ എന്നെ കളിയാക്കുവാണോ? എന്റെ ഭാര്യ നിങ്ങളുടെ വേലക്കാരിയൊന്നുമല്ല. അവളോട് ആജ്ഞാപിക്കാനും തട്ടിക്കയറാനും വന്ന എന്റെ സ്വഭാവം മാറും. എടാ, ഇവളോട് ഓടി വിളിച്ചു വന്നതൊന്നുമല്ല. നല്ല അന്തസ്സായി നല്ല തറവാട്ടിന്ന് ഞാൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന പെണ്ണ ഇവള്. ശേഖര, ഞാൻ കുറെ നാളായി ഇത് കാണുന്നു. എന്റെ ചേച്ചിയാണെന്ന് കരുതിയേ ഇവള് ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കേണ്ടത് എന്റെ ഭാര്യയോടല്ല. ഇങ്ങനെ ഇവിടെ കിടന്ന് അലയ്ക്കാൻ മാത്രം ഇവിടെ എന്താ ഉണ്ടായത്? എന്റെ നേരെ തർക്കുത്തരം പറയാൻ മാത്രം നീ വളർന്നോടാ. നീ വിളയാടുന്നതൊക്കെ നിന്റെ അമ്മയുടെ മുമ്പിൽ മതി, എന്നോട് വേണ്ട. എടാ, നിന്റെ അഹങ്കാരം ഞാൻ ഇന്ന് അവസാനിപ്പിക്കും. പ്രതാപൻ ഇങ്ങോട്ട് വരട്ടെ. ആ വരട്ടെ. ഞാനും ഏട്ടനോടൊക്കെ പറയാനിരിക്കുകയായിരുന്നു. എന്തായാലും ഇതിനൊരു അവസാനം വേണമല്ലോ. നീക്കറിയാതെ മോളെ, ഇവിടെ നടന്നതെല്ലാം ഞാൻ കേട്ടു. അംബിക പൊട്ടിത്തെറിച്ചതിന്റെ റീസൺ ചായയല്ല, അത് വേറെയാ. ചിലർക്ക് എപ്പോഴും അധികാരവും അംഗീകാരവും കിട്ടിക്കൊണ്ടിരിക്കണം. ഭരിക്കാനിറങ്ങിയവർക്ക് ഭരണം കയ്യിന്ന് പോയാ കണ്ടിട്ടില്ലേ? വലിയ ധാർമ്മിക രോഷം. അംബിയയ്ക്ക് എല്ലാം അടിച്ചമർത്തി ഭരിക്കുന്നൊരു ശീലമുണ്ട്. എല്ലാ കാലത്തും അത് വില പോകില്ലെന്ന് അംബിക തിരിച്ചറിയണം. എന്റെ അമ്മ ചോദിച്ചാൽ നിങ്ങളാരാ? മിണ്ടാതിരിക്കട ചേർക്കാം. ശേഖരനെ നിന്റെ കരണം നോക്കി അടിച്ചതേ ഉള്ളൂ. എന്റെ നേരെ വന്നാലേ തോക്കെടുത്ത് ഞാൻ പൊട്ടിച്ചു കളയും. നിന്റെ അമ്മയുടെ ദേഷ്യം ഞാൻ ഇപ്പൊ മാറ്റിത്തരാം. ഈ വീട്ടിൽ എന്ത് നടന്നാലും അംബിക പോലീസ് നായെ പോലെ അത് മണത്ത് കണ്ടുപിടിക്കും. ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, ഞാനത് പറഞ്ഞില്ല. അംബിക ചോദിക്കുമ്പോ പറയാനിരിക്കുന്നവളല്ല ഞാൻ. ഞാൻ പറയുമ്പോ സൗകര്യം ഉണ്ടെങ്കിൽ അംബിക കേട്ടാ മതി. അംബികയ്ക്ക് അറിയാവുന്നുള്ളതും അത് കേട്ട ജീവിതാവസാനം വരെ ഉറക്കം നഷ്ടപ്പെടുന്നതുമായ ഒരു കാര്യം ഞാൻ ഇപ്പൊ പറയാം. എന്റെ സൂര്യമംഗലം കോവിലകം ഉൾപ്പെടെ എല്ലാ വീടുകളും എല്ലാ സ്വത്തുക്കളും ഞാനേ ഋതുമോളുടെ പേരിൽ എഴുതി കൊടുത്തു. നിന്റെ അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. വേഗം കൊണ്ടുപോയി ECG എടുക്ക.